ഓക്കെ, ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ശ്രീ അരുൺകുമാർ മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം, ഇതേ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള സദസ് തുടങ്ങുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് നവകേരള സദസ് അവസാനിക്കുമ്പോഴേക്കും മുഖം മിനുങ്ങുകയാണോ, അതോ മുഖം തെളിയുകയാണോ, അതോ മുഖം വികൃതമാണെന്ന് ജനം മനസ്സിലാക്കുകയാണോ? എന്താണ് ഉണ്ടായത്? ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടിയുള്ള BJPയുടെ മറുപടി എന്താണ്? ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ. സുജയ, AKG സെന്ററിലെ ക്യാപ്സൂൾ വാദികളല്ലാതെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരാൾ പോലും ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുഖം സുന്ദരമാണ് എന്ന് സംസാരിക്കില്ല, പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്ത് വന്നതിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല മെച്ചപ്പെട്ടോ? കേരളത്തിലെ വ്യാവസായിക രംഗം മുന്നോട്ട് പോയോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും സമൂലമായ മാറ്റം വന്നോ? കേരളത്തിലെ ഏത് രംഗത്താണ് കേരളം ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോവാതെ പുറകോട്ട് പോയത് എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. എന്താണ് KSRTC പെൻഷൻകാരുടെ കോടതി അലക്ഷ്യ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ഈ സർക്കാരിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു വഴികൾ തേടൂ. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, കേരളത്തിലെ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് എന്ന് കിട്ടും? എത്ര മാസമായി? വരമ്പത്ത് കൂലി കൊടുക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നമ്മുടെ പാർട്ടി. ആ പാർട്ടി പറയുന്നത് 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പകുതി ശമ്പളം തരാൻ കഴിഞ്ഞ മാസത്തെ. ഈ മന്ത്രിമാർക്ക് ഇത് ബാധകമാണോ? ഇല്ല, ഞങ്ങളത് കൃത്യമായിട്ട് വാങ്ങും. ഞങ്ങളത് പാല് അണ്ടിപ്പരിപ്പിൽ മുക്കി കഴിക്കും, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പാലിൽ മുക്കി കഴിക്കും. ഞങ്ങൾ കോഴിയും താറാവും കഴിക്കും. ഞങ്ങൾ ഏറ്റവും മിച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ കഴിക്കും. പക്ഷേ മറിയക്കുട്ടിമാരുടെ പെൻഷൻ ഞങ്ങൾ വിതരണം ചെയ്യില്ല. അതിനി എന്ന് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. സപ്ലൈകോയിൽ 5 വർഷം കൊണ്ട് മുമ്പ് പറഞ്ഞെന്താണ്? ഞങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരിഞ്ഞു കെട്ടി പിടിച്ചു കെട്ടും. സപ്ലൈകോയിൽ 11 ഉൽപ്പന്നങ്ങളില്ല. വിരലെണ്ണാവുന്നത് മാത്രമായിട്ട് ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഉദ്ഘാടനം ചെയ്യാൻ പോയ പാർട്ടി പ്രതിനിധികൾ ജനരോഷം ഭയന്ന് ഒളിച്ചോടിപ്പോയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവരാണ് പറയുന്നത്. മാത്രമല്ല, അരുൺകുമാറിൻ്റെ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനിയന്ത്രിതമായി വാങ്ങിയ കടവും പലിശയും KSRTCയെ തകർത്തു. ആരാണ് സർ KSRTCയുടെ അനിയന്ത്രിതമായ പലിശയും കടവത്തിനും ഉത്തരവാദി? ആരാണ്? എന്തുകൊണ്ടാണ്? താങ്കൾ BOTയെ കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. കേരളത്തിലെ സർക്കാർ പെൻഷൻകാർ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ആനുകൂല്യം കിട്ടാതെ പൂർണ്ണമായിട്ടും അവർ ഈ ലോകത്തും വിട. അരുൺകുമാറെ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ ചർച്ച. നിങ്ങൾക്ക് അവസരം ഇനി എത്ര സമയമുണ്ട്? നിങ്ങൾക്ക് ഈ സമയം കിട്ടും, ഉത്തരം പറഞ്ഞാൽ പോലെ. ഞാൻ ചോദിച്ച ചോദ്യം, കേരളത്തിൽ അരുൺകുമാറെ നിങ്ങൾ പറഞ്ഞോന്ന് എന്റെ തെറ്റിദ്ധാരണയും ഞാൻ പറഞ്ഞ കളവുകളൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇതേ മീഡിയ നമ്മുടെ മുമ്പിലില്ലേ, ശ്രോതാക്കളും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം 52 രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ കുട്ടികൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുന്ന കേന്ദ്രങ്ങളായി വിമാനത്താവളങ്ങൾ മാറി. കേരളത്തിലെ സർവകലാശാലകൾ, പ്രൊഫഷണൽ കോളേജുകൾ 3/1 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കണക്കുകൾ ഞാൻ നിരത്തണമോ? അഴിമതി, ധൂർത്ത്, നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി, കെട്ടുകാര്യസ്ഥത, ധൂർത്ത്, അടി, ഇടി. ഇനി താങ്കൾ പറഞ്ഞു ഈ ജനസദസ് ഗംഭീരമായിട്ട് മുൻപോട്ട് പോകുന്നുവെന്ന്. ഈ ചാനൽ തന്നെ തൊട്ട് മുമ്പ് കാണിച്ചത് എന്താണ്? എങ്ങനെയാണ് ജനസദസ്സിന് ആളുകളെ സംഘടിപ്പിക്കുന്നത്? ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അനുഭവിക്കുന്നത് അതൊന്നും ആരും കൃത്യമായിട്ടുണ്ടാക്കിയതല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചത്, അത്തരം ആളുകൾ വന്നില്ലെങ്കിൽ കാണാൻ പോകുന്ന ദൂരമായ പ്രത്യാഘാതങ്ങൾ പലരും നമ്മോട് പറഞ്ഞു. ഭയന്നിട്ട് പോവുകയാണ്. ജീവിക്കണ്ടേ? പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്നു. കൊല ചെയ്യുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതാണോ ഒരു സർക്കാരിൻ്റെ മുഖമെന്ന് പറയുന്നത്? ഒരു സർക്കാരിൻ്റെ മുഖം വികൃതമായതിൻ്റെ തെളിവ് തന്നെയല്ലേ ഇത്? ഈ മുഖത്തെ മെച്ചപ്പെടുത്താൻ KSRTC, നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ നിങ്ങളുടെ മന്ത്രിയാക്കാം, ക്രിമിനലുകളെ വെക്കാം, നല്ലവരെ വെക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മച്ചി പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ അത് പ്രസവിക്കുമോ?